ലാറ്റിൻ അമേരിക്കയുടെ ഹൃദയമെന്ന് സാക്ഷാൽ ചെഗുവേര വിശേഷിപ്പിച്ച രാജ്യമാണ് ബൊളീവിയ. തന്റെ ഗറില്ല പോരാട്ടങ്ങൾക്ക് വേണ്ടി ചെഗുവേര തിരഞ്ഞെടുത്തതും ബൊളീവിയൻ കാടുകളെയായിരുന്നു. ഭൂമിശാസ്ത്രപരമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിപ്ലവ മുന്നേറ്റത്തിന് ബൊളീവിയ നേതൃത്വം നൽകുമെന്നായിരുന്നു ചെയുടെ വിശ്വാസം. എന്നാൽ ഇന്ന് അതേ ബൊളീവിയയിൽ 2 പതിറ്റാണ്ട് നീണ്ട സോഷ്യലിസ്റ്റ് ഭരണത്തിന് അവസാനമിട്ടുകൊണ്ട് അധികാരത്തിലെത്തിയിരിക്കുകയാണ് മധ്യ വലതുപക്ഷ നേതാവായ റോഡ്രിഗോ പാഴ്സ്. വലതുപക്ഷ നേതാവും വ്യവസായിയും മുൻ ഇടക്കാല പ്രസിഡന്റുമായ ജോർജ് ട്യൂട്ടോ ക്വിറോഗോയെയാണ് റോഡ്രിഗോ പാഴ്സ് പരാജയപ്പെടുത്തിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബൊളീവിയയിലെ ഇടതുപക്ഷ പാർട്ടിയായ മൂവ്മെന്റ് ഫോർ സോഷ്യലിസം സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്താണ് ബൊളീവിയയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതു പാർട്ടിയെ കൈവിടാനുണ്ടായ സാഹചര്യം എന്താണ്? ആരാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റോഡ്രിഗോ പാഴ്സ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തുടർച്ചയായ ഭരണം ബൊളീവിയയിലെ ഇടതു പാർട്ടിയോട് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കാൻ കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കാരണത്താൽ തന്നെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ കേവലം 3% വോട്ട് മാത്രമാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ നിശ്ചിത വോട്ട് ശതമാനം ലഭിക്കാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുമായില്ല. തുടർഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പ്, സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ തർക്കങ്ങൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണം രാജ്യത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടുവെന്ന ജനങ്ങളുടെ തോന്നൽ, ഇവയെല്ലാം പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യം തകർച്ചയിലേക്ക് പോയതിനു പിന്നിൽ തുടർച്ചയായ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വ്യവസായികളും വലതുപക്ഷക്കാരുമായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന MAS പാർട്ടിയുടെ ഭരണത്തോടെ ബൊളീവിയൻ സെൻട്രൽ ബാങ്കിലെ കരുതൽ ശേഖരം കുറഞ്ഞു. രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും ഇന്ധനം നിറയ്ക്കാൻ പമ്പുകൾക്ക് മുന്നിൽ ജനങ്ങൾ ദിവസങ്ങളോളം ക്യൂ നിൽക്കുകയും ചെയ്യേണ്ടി വന്നു. 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തി. സബ്സിഡി നൽകിയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയുമുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണ മാതൃക സാമ്പത്തിക പ്രതിസന്ധി കാരണം അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തതും കാരണമായി. ഇതെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടിക്കെതിരായ ജനവികാരം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. നയപരമായ കാരണങ്ങൾക്ക് പുറമെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഭിന്നതയും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പാർട്ടി സ്ഥാപകനും മുൻ പ്രസിഡന്റുമായ ഇവോ മൊറേൽസും തൊട്ടു മുമ്പുള്ള പ്രസിഡന്റ് ലൂയി ആർസും തമ്മിൽ കടുത്ത ഭിന്നതയിലായിരുന്നു. അത് MAS പാർട്ടിയെ ആർസിസ്റ്റ, എവിസ്റ്റ എന്നീ 2 വിഭാഗങ്ങളായി പിളർത്തുകയും ചെയ്തു. ഇവോ മൊറേൽസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് നിയമപരമായി വിലക്ക് ലഭിച്ചതും നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ലൂയി ആർസിന്റെ ജനപിന്തുണ ഇടിഞ്ഞതും സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായി. ആർസ് മത്സരത്തിൽ നിന്ന് പിന്മാറുകയും പകരം മുൻ ആഭ്യന്തരമന്ത്രി എഡ്വേർഡോ ഡെൽ കാസ്റ്റിലോയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാസ്റ്റിലോയ്ക്ക് കേവലം 3% വോട്ട് മാത്രമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇതോടെയാണ് 2 പതിറ്റാണ്ടിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയില്ലാത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ബൊളീവിയ സാക്ഷ്യം വഹിച്ചതും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മത്സരിക്കാൻ പോലും പറ്റാതിരുന്നതോടെ മത്സരം വലതുപക്ഷ കൺസർവേറ്റീവ് നേതാവായ മുൻ ഇടക്കാല പ്രസിഡന്റ് ജോർജ് ട്യൂട്ടോ ക്വിറോഗോയും മധ്യ വലതുപക്ഷത്തുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് റോഡ്രിഗോ പാഴ്സും തമ്മിലായി. 54.5% വോട്ടുകൾ നേടി പാഴ്സ് ജയിക്കുകയും ചെയ്തു. അതേസമയം ബൊളീവിയൻ പാർലമെന്റിൽ പാഴ്സിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഭരണം നിലനിർത്തണമെങ്കിൽ ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണ സ്വീകരിക്കേണ്ടി വരും. അതിനായുള്ള ശ്രമങ്ങളും ചർച്ചകളും ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. നവംബർ 8-ന് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമെന്നാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ജെസ്യൂട്ട് സ്കൂളുകളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ പാഴ്സ് വാഷിംഗ്ടണിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട്. പിതാവ് രൂപീകരിച്ച റവല്യൂഷണറി ലെഫ്റ്റ് മൂവ്മെന്റുകളിലൂടെയാണ് പാഴ്സ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് വലത് ചായ്വുള്ള ചില സംഘടനകളുമായും അദ്ദേഹം അടുപ്പം സൂക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി സിറ്റി കൗൺസിലിൽ നിന്ന് സെനറ്റർ ആകുന്നതും ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതും. 2015 മുതൽ 2020 വരെ തരിജോ എന്ന സിറ്റിയുടെ മേയറായിരുന്നു പാഴ്സ്. 2020-ൽ അദ്ദേഹം തരിജോയിൽ നിന്ന് സെനറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെത് അട്ടിമറി വിജയമായാണ് കണക്കാക്കപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങൾ പൂർണ്ണമായും പൊളിച്ചു വാർക്കുമെന്നാണ് പാഴ്സിന്റെ പ്രഖ്യാപനം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ മേഖലയുടെ വളർച്ചയും തന്റെ ലക്ഷ്യമാണെന്നും പാഴ്സ് പറയുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ ഉദാരമായ ഇന്ധന സബ്സിഡികൾ നിർത്തലാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വകാര്യ സംരംഭകരെയും ചെറുകിട വ്യാപാരികളെയും സ്വയം തൊഴിൽ സംരംഭകരെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പുതിയ ബൊളീവിയൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.